നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആമമോതിരം ധരിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ആമമോതിരമുണ്ടോ? അല്ലെങ്കിൽ ഒരെണ്ണം ധരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ ആമമോതിരം എന്തിനാണ് ആളുകൾ ധരിക്കുന്നത് എന്നറിയുവാനായിട്ട് ഒരുപാട് പേർക്ക് ആകാംക്ഷയുണ്ട്. പണം വരാൻ വേണ്ടിയാണോ? ഐശ്വര്യമുണ്ടാകാൻ വേണ്ടിയാണോ? ദോഷങ്ങൾ മാറാൻ വേണ്ടിയാണോ? ഇതൊക്കെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ പലരും പറയാറുണ്ട്, ഇതൊക്കെ ധരിച്ചിട്ടും ഒരു മാറ്റവുമില്ല, അല്ലെങ്കിൽ പണം വരുന്നില്ല, സാമ്പത്തിക അഭിവൃദ്ധിയില്ല, രോഗങ്ങൾ മാറുന്നില്ല, ഇങ്ങനെയൊക്കെ. എന്നാൽ ആമമോതിരം ധരിക്കുമ്പോൾ 90% ആളുകളും ഒരു വലിയ തെറ്റ് ചെയ്യാറുണ്ട്. ആമമോതിരം അണിയാൻ കൃത്യമായൊരു രീതിയുണ്ട്. ഇങ്ങനെ അണിഞ്ഞാൽ മാത്രമേ സമ്പത്ത് നമ്മളെ തേടി വരികയുള്ളൂ എന്നാണ് ഏറ്റവും പ്രധാനം. അതായത് ആമമോതിരത്തിൻ്റെ അത്ഭുത ശക്തി എന്താണെന്ന് നോക്കുവാനായിട്ടും, അതുപോലെ തന്നെ ആമയുടെ രൂപത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിലേക്ക് പണവും ഐശ്വര്യവും കടന്നു വരുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുവാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും ആമമോതിരത്തിന് പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത്, ഇത് ധരിക്കുവാനായിട്ട് 5 നിയമങ്ങളുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതായത് കയ്യിൽ ആമമോതിരം അണിയുമ്പോൾ ആമയുടെ തല നമ്മുടെ ശരീരത്തിന് നേരെ വരണം. അതായത് ആമ നമ്മളെ നോക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ആമമോതിരം ധരിക്കുവാനായിട്ട്. എങ്കിൽ മാത്രമേ പണവും ഐശ്വര്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ. ഇനി രണ്ടാമത്തെ കാര്യം, ഏത് വിരലിലാണ് ആമമോതിരം ധരിക്കേണ്ടതെന്നാണ്. ഏറ്റവും ഉത്തമമായത് ചൂണ്ടുവിരലിൽ അല്ലെങ്കിൽ നടുവിരലിലാണ്. നമ്മുടെ ലക്ഷ്യബോധത്തെയും സൂചിപ്പിക്കുന്നത്, അതുപോലെ കഠിനാധ്വാനത്തെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 വിരലിലിടുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് കണ്ണടച്ച് തന്നെ പറയുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് എങ്ങനെയാണ് ഇത് ഇടേണ്ടതെന്നും, രണ്ടാമതായിട്ട് ഏത് വിരലിലാണ് ഇടേണ്ടതെന്നും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പൊതുവെ നമ്മുടെ വലത് കയ്യിൽ ഇത് ധരിക്കുന്നതാണ് ഐശ്വര്യമായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പണം വാങ്ങുന്നതും കൊടുക്കുന്നതും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ വലത് കൈ ആയതിനാലാണ് ഇത് അതിൽ തന്നെ ഇടണമെന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നല്ല ലോഹം ഏതാണെന്ന് അറിയുക എന്നതാണ്. എപ്പോഴും ആമമോതിരം വെള്ളിയിൽ ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വെള്ളി ചന്ദ്രൻ്റെ ലോഹമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിന് സമാധാനവും ഐശ്വര്യവും സ്വർണത്തേക്കാൾ വെള്ളി ധരിക്കുന്നതിനാണ് ഫലം കൂടുതലായിട്ട് ലഭിക്കുക. ഇനി ഇത് വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഏത് കടയിൽ നിന്നാണോ നിങ്ങൾ വാങ്ങുന്നത് അതിനെ ഒന്ന് പ്രാർത്ഥനയോടുകൂടി ധരിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഫലങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. ഈ 5 കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും ധനാഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും 99% ആളുകളുടെ ജീവിതത്തിലും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ അനുഗ്രഹവും ഒക്കെ കടന്നു വരും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ ആമമോതിരത്തിൻ്റെ പ്രത്യേകതകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.